ഹലോ ഗായ്സ്, ഉടായി പ്ലസ് ചാലഞ്ച് സ്കൂളിൻ്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കുറേ മൈനിങ്ങിനൊക്കെ പോയായിരുന്നു. നമ്മുടെ കുറേ അയൺ ഇങ്കറ്റ് ഉണ്ട്, ഗോൾഡൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചേക്കാണ് അയൺ ഇങ്കറ്റ്. പിന്നെ എമറാൾഡ് അവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ആ ട്രെയിനിങ് ഹാൾ ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറേ സ്റ്റിക്കും കുറേ റോട്ടൺ ഫ്ലഷൊക്കെ കൊടുത്തു. റോട്ടൺ ഫ്ലഷ് കൊടുത്തില്ല, കുറേ സ്റ്റിക്ക് കൊടുത്തിട്ട് കുറേ വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മളിവിടെ ഓരോ ഫർണസിലായിട്ട് ഓരോന്നിങ്ങനെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ അയണും ഗോൾഡും ഒക്കെ നമ്മൾ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അയണൊക്കെ സ്മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ നമ്മുടെ ഗോൾ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗോൾ എന്താണെന്ന് വെച്ചാൽ ഒരു അയൺ ഫാം ഉണ്ടാക്കണം. ഇപ്പോൾ ഇതിപ്പം ഈ വേൾഡിൽ ലാസ്റ്റായിട്ട് മൈൻ ചെയ്യാൻ പോണ അയൺ ആയിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു അയൺ ഫാം തുടങ്ങാൻ പോവല്ലേ. പിന്നെ ഞാൻ അതിനകത്ത് മെയിൻ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഒരു 30 വില്ലേജസിനെ കൊണ്ട് അയൺ ഫാമിലോട്ട് ഇടണം. പക്ഷെ അയൺ ഫാം നല്ല പൊക്കത്തിലാണ് പണിയേണ്ടത്. അതിന് ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്നറിയാം. പക്ഷേ ആദ്യം ഒരു 15 വില്ലേജസിനെ എങ്ങനെയൊക്കെ കൊണ്ട് അതിനകത്ത് ഇടും. പിന്നെ അവർക്ക് കുറച്ച് അവരാദ്യം ഫാർമറാക്കും. പിന്നെ അവർക്ക് ക്യാരറ്റ് കൊടുത്തിട്ട് അവർ ബ്രീഡാക്കി കഴിഞ്ഞ് നമ്മൾ കറക്റ്റ് 30 ആയി കഴിയുമ്പോഴത്തേക്കും അവരെ മുഴുവൻ ഞാൻ ഫ്ലെക്സിങ് ടേബിൾ കൊടുത്തിട്ട് ആ ജോലിക്ക് നിർത്തും. അതാണ് നമ്മൾ ചെയ്യാൻ പോണത്. 30 തന്നെ വേണ്ട, നമ്മൾ 10 ആക്കി അങ്ങനെ ചെയ്യാനൊക്കെ ഉദ്ദേശിച്ചേക്കണത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ എങ്ങനെയെങ്കിലും ചെയ്യാം. പക്ഷേ ഇച്ചിരി പാടായിരിക്കും. അത് ഞാൻ വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ. ഇവിടെ കുറേ ലെങ്ത് ആയി പോകും അങ്ങനെ ചെയ്താൽ. അപ്പോൾ നമുക്ക് കുറച്ച് ഹോപ്പറൊക്കെ വേണം. നമുക്ക് അതൊക്കെ കളക്ട് ചെയ്യണം. ഹോപ്പറിന് ചെസ്റ്റ് വേണമല്ലോ, അപ്പോൾ ചെസ്റ്റ് എടുത്തിട്ട് വരാം. അത് നമ്മളെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ നിങ്ങൾ പറയണത് എന്താണെന്ന് വെച്ചാൽ പണിയാൻ പോണതിൻ്റെ ഇല്ലേ 100 ബ്ലോക്ക് ഗ്യാപ്പിൽ ഒരു വില്ലേജും കാണില്ല, വില്ലേജറായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ഉണ്ടാവില്ല. പിന്നെ 20 ബ്ലോക്ക് ഗ്യാപ്പിൽ ഒരു ബെഡ് പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ നമ്മളിപ്പോൾ ഈ വില്ലേജിൻ്റെ അടുത്ത് പണിയാൻ എന്താണെന്ന് വെച്ചാൽ ഈ വില്ലേജസ് ഒന്നും ഇല്ല. ഇവിടെ ആണെങ്കിൽ ഇല്ല, വില്ലേജസ് ആരും ഇല്ല. അതാണ്. പിന്നെ നമ്മുടെ ഇത് എന്തായിരുന്നു, മറ്റേ ട്രെയിനിങ് ഹാള് കിടന്ന ഒരു 100 ബ്ലോക്ക് ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കണത്. 100 കൂടുതൽ ബ്ലോക്ക് ഗ്യാപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വില്ലേജസിനൊക്കെ ഞാൻ അവിടെ കൊണ്ട് ഇട്ടായിരുന്നു. എവിടെയോ എന്തായിരുന്നു, മറ്റേ ട്രെയിനിങ് ഹാളിൻ്റെ അകത്ത് ആക്കിയായിരുന്നു. അതാണ്. എന്നിട്ട് നമ്മളില്ലേ ഞാൻ പറയാൻ വിട്ടുപോയി, മേളിലോട്ട് ഒരു 7 ബ്ലോക്ക് പൊക്കണം. എന്നിട്ട് അതിൻ്റെ മേളിലായിട്ടൊരു ഹോപ്പർ വെക്കണം. എന്നിട്ട് അതിൻ്റെ മേളിൽ ടെമ്പററി ബ്ലോക്ക് വെച്ചിട്ട് ടെമ്പററി ബ്ലോക്കിൻ്റെ 3 സൈഡിൽ ഓരോരോ ബ്ലോക്ക് വെക്കണം. എന്നിട്ട് ഇവിടെയും കൂടി വെച്ചാൽ ഓക്കെ, സെറ്റായി. ഇനി ഈ 3 ബ്ലോക്കും 7 ബ്ലോക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം. ഈ ബ്ലോക്ക് കൂട്ടാതെ 7 ബ്ലോക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. ആ 7 അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പൊക്കോളാം. പക്ഷേ ഈ ബെഡ് റോക്ക് എഡിഷൻ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങ് വെച്ചോണ്ട് പോയാൽ മതി. ജാവ എഡിഷൻ ഇതില്ല. അതാണ് ഈ ബെഡ് റോക്ക് എഡിഷൻ്റെ ഒരു ഗുണം. ഇങ്ങനെ അങ്ങ് വെച്ചോണ്ട് പോയാൽ പോരെ. ഇതാണ് ബെഡ് റോക്ക് എഡിഷൻ മാത്രമേ അത് ഫെസിലിറ്റി ഉള്ളൂ. അപ്പം നമ്മൾ അതൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാ കോർണറും കൂടി ഒരുമിച്ച് കണക്ട് ചെയ്യണം. കാരണം നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചോണ്ട് പോയാൽ മതി. ജാവ എഡിഷനൊക്കെ ആണെങ്കിൽ പുറകോട്ട് തിരിഞ്ഞൊക്കെ വെക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മുഴുവൻ വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി ഇത് ക്ലോസ് ചെയ്യണം നമ്മൾ. അപ്പോൾ എല്ലാം നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു അയൺ ഗോളം വന്ന് സ്പോൺ ആവണേ അത് ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ ഇവിടെ ടെമ്പററി ബ്ലോക്ക് ആ സൈഡിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നിട്ട് അതിൻ്റെ അപ്പുറത്തോട്ടൊരു ബ്ലോക്ക് വെക്കണം. ഇനി ഈ ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ കുറേ അങ്ങോട്ട് ഒരു മതിൽ പോലെയും കെട്ടണം. അപ്പോൾ നമ്മൾ മതിൽ പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട് ആ ബ്ലോക്ക് കൊണ്ട്. ഇതറിയാതെ വന്ന് വെച്ച് പോയതാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബ്ലോക്ക് എടുത്തിട്ട് ഇത് ഇവിടെ വെക്കണം. ആദ്യം അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് 2 ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. ഇവിടെ അല്ല, പൊട്ടിക്കട്ടെ. ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യണം. 2 മതിയാണോ നോക്കട്ടെ ഒന്ന്. 3 ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. അടുത്ത് താഴെ ഇത് അതേപോലെ തന്നെ 2 ബ്ലോക്ക് വെക്കണം. 2 ബ്ലോക്ക് താഴെ വെക്കാവുള്ളേ. അങ്ങനെ 2 സൈഡിലും വെച്ചിട്ടുണ്ട്. ഈ 2 സൈഡിലും വെച്ച് കഴിഞ്ഞിട്ട് ഒരു വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് നമുക്ക് ടോട്ടലി കുറേ വാട്ടർ ബക്കറ്റ് ഒരു ലാവ വേണ്ടി വരും. ഇവിടെ ഒഴിക്കണം. ഇനി ഇവിടെ നിന്ന് നേരെ പോയി അപ്പുറത്ത് ഒഴിക്കണം. ഒരു വാട്ടർ ബക്കറ്റ് ഉണ്ട്, ഒരു ലാവ. വാട്ടർ ബക്കറ്റ് ലാവ എന്നൊക്കെ വായി വന്നു പോയി.
അപ്പോൾ 2 സൈഡിൽ ഉണ്ടാക്കി. ഇനി നമ്മളില്ലേ ഇവിടെ നിന്ന് ഒരു ബ്ലോക്ക് ഗ്യാപ്പ് വിട്ട് ഒഴിച്ചിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് എടുത്തിട്ട് വീണ്ടും ഒഴിക്കണം. അങ്ങനെയാണ്. അപ്പോൾ നമുക്കൊരു വാട്ടർ സോഴ്സ് ആയി കിട്ടത്തില്ല. അങ്ങനെ നമുക്ക് അങ്ങനെ ഒഴിക്കണം. അതുപോലെ നമ്മൾ അപ്പുറത്തെ 2 കോർണർ സൈഡ് തൊട്ട് ഒഴിക്കണം. ഈ വലിയ പോർഷൻ അല്ലാതെ 2 സൈഡിൽ നിന്ന് ഒഴിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ ബ്ലോക്കിലും അങ്ങനെ ഒഴിക്കണം. അപ്പോൾ കറക്റ്റായിട്ട് വന്ന് ഈ ഒറ്റ ബ്ലോക്കിൽ വന്ന് നിൽക്കും. അപ്പോൾ അയൺ ഗോളം സ്പോണാണ് ഇവിടെ വന്ന് നിൽക്കും. ഇനി ഇവിടെ അതിൻ്റെ തൊട്ട് മേളിലായിട്ടുള്ള ആ ബ്ലോക്ക് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്ന ബ്ലോക്കിൻ്റെ മേളിലായിട്ട് 3 ബ്ലോക്ക് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഇങ്ങനെ ആയിരിക്കണം വെച്ചേക്കണത്. ഇനി നമുക്ക് സൈൻ ബോർഡാണ് വെക്കേണ്ടത്. ഞാൻ എടുത്തിട്ട് വരാം. സൈൻ ബോർഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സൈൻ ബോർഡ് വെക്കണം. ഇനി അത് വെച്ച് താഴത്തെ ബ്ലോക്കിൽ പിന്നെ മേലത്തെ 2 സൈഡ് ബ്ലോക്കിലും സൈൻ ബോർഡ് വെക്കണം. ഇനിയില്ലേ നമ്മൾ ക്രൗച്ച് ചെയ്തിട്ട് അവിടെ വെക്കണം. ക്രൗച്ച് ചെയ്തിട്ട് വെക്കണം. അതിൻ്റെ മേളിൽ വെച്ചിട്ട് ക്രൗച്ച് ചെയ്ത് അതിൻ്റെ മേളിലായിട്ട് കറക്റ്റായിട്ട് വെക്കണം. സോറി ആ വെള്ളത്തിൽ കയറിയതുകൊണ്ടാണ്. ക്രൗച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെച്ച് ആ പൊങ്ങി നിൽക്കണ ആ ബ്ലോക്കിൽ അതിൻ്റെ മേളിലായിട്ട് അങ്ങനെ വെക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺ നമുക്ക് വരും. ഇനി ഇവിടെ ലാവ ഒഴിക്കണം. അപ്പോൾ നമ്മളവിടെ ലാവ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ടെമ്പററി ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് അവിടെ ഒരു ഇത് വെക്കണം. എന്തായിരുന്നു ക്യാമ്പ് ഫയർ വെക്കണം. അതിൻ്റെ അത് പൂച്ച സ്പോണാകാൻ സാധ്യതയുണ്ട് ഐസിൻ്റെ അത്. പിന്നെ അത് സ്ട്രിങ്ങും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് പൂച്ച സ്പോണാകുമ്പോഴത്തേക്ക് ചാവാൻ വേണ്ടിയാണ് നമ്മൾ ക്യാമ്പ് ഫയർ വെക്കണത്. ഇനിയാണെങ്കിൽ നമ്മളില്ലേ ഇവിടെ നിന്ന് ഇച്ചിരി അങ്ങോട്ട് നീക്കണം. മറ്റേ ഒരു സൈഡിൽ നിന്ന് മാത്രം 3 ബ്ലോക്ക് വെച്ച് പൊക്കണം കേട്ടോ. അതായത് നമ്മൾ ഒരു ബ്ലോക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അത് വെക്കാൻ കോർണറിൽ നിന്ന്. അതിട്ട് 3 ബ്ലോക്ക് വെച്ച് ചെയ്തിട്ട് ഒരു ടെമ്പററി ബ്ലോക്ക് അതിൻ്റെ സൈഡിൽ വെക്കണം. ടെമ്പററി ബ്ലോക്ക് അതിൻ്റെ സൈഡിൽ വെച്ചിട്ട് അതിൻ്റെ മേളിലായിട്ട് ഒരു ബ്ലോക്ക് കൂടി വെച്ചിട്ട് ആ ടെമ്പററി ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ച് കളയാം. ഇനി ഇതുപോലൊരു മതിലങ്ങോട്ട് ഒരു 2 ബ്ലോക്ക് പൊക്കത്തിൽ വെക്കണം. ഓക്കെ, ഒരു ബ്ലോക്ക് പൊക്കത്തിൽ കൂടി വെക്കണം. അപ്പോൾ ടോട്ടൽ 2 ബ്ലോക്ക് പൊക്കത്തിൽ വെച്ചിട്ട് ഇനി ഇതിൻ്റെ അകത്ത് വില്ലേജസിനെ കൊണ്ടുവന്ന് ഇറക്കണം. അതാണ് മെയിൻ ടാസ്ക്. അതിന് മുമ്പ് നോക്കിയിട്ട് റൂഫും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാം. അപ്പോൾ റൂഫും കൂടി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അത് ഫുള്ളും കവർ ചെയ്യണം. ഓക്കെ, നമ്മൾ എനിക്ക് ആ വില്ലേജസിന് ഇറങ്ങാൻ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. വില്ലേജസിനെ കിട്ടിയപ്പോൾ നമുക്ക് അയൺ ഗോളൊക്കെ സ്പോൺ ആകും. പിന്നെ ഇവിടെ നമുക്ക് 3 അയൺ ഗോളൊക്കെ സ്പോൺ ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ പെട്ടെന്ന് സ്പോൺ ആകത്തില്ല. പിന്നെ നമ്മളിവിടെ റെയിൽ വെച്ച ഐസ് അതിനെ കയറ്റിക്കൊണ്ട് പോയത് വില്ലേജസിനെ മുഴുവൻ. പിന്നെ ഇതാണെങ്കിൽ 1.21 മാത്രമേ വർക്കാവത്തുള്ളൂ കേട്ടോ ഗൈസ്.